നെക്സ്റ്റ് സൈബർ ക്രൈമാണ്. ഓക്കെ, സൈബർ ക്രൈം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി രണ്ട് രീതിയിലാണ് സൈബർ ക്രൈം ഉള്ളത്. ഓക്കെ, ഐദർ ഇറ്റ് ക്യാൻ ബി എ ക്രിമിനൽ ആക്ടിവിറ്റി ദാറ്റ് ഈസ് ടാർഗറ്റിംഗ് കമ്പ്യൂട്ടർ ആവാം, ഓർ എ ക്രിമിനൽ ആക്ടിവിറ്റി ദാറ്റ് യൂസിങ് കമ്പ്യൂട്ടർ. അപ്പോൾ എന്താണ്, വാട്ട്സ് ദ ഡെഫിനിഷൻ ഓഫ് സൈബർ ക്രൈം? Cyber crime can be defined as any unlawful act where computer or communication device or computer network is used to commit or facilitate the commission of a crime. ഇതാണ് സൈബർ ക്രൈമിൻ്റെ ഡെഫിനിഷൻ. ബേസിക്കലി കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ കമ്പ്യൂട്ടറിന് എതിരായിട്ടോ ചെയ്യുന്ന ക്രൈമുകളാണ് എന്തെന്ന് പറയുന്നത്, സൈബർ ക്രൈംസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫിഷിംഗ് ആണ്. സോ വാട്ട് ഈസ് ഫിഷിംഗ്? നിങ്ങൾ ആലോചിക്കുക, എന്താണ് സാധാരണ ഫിഷിംഗ്? ചൂണ്ടയിടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരയെ കുരുത്തി ഒരു സംഭവം വെള്ളത്തിലേക്ക് ഇടുമെങ്കിൽ അതിനാണ് ബേസിക്കലി ഫിഷിംഗ് എന്ന് പറയുക. ഓക്കെ, അപ്പം ഫിഷിങ്ങിൽ നോർമൽ ഫിഷിംഗ് അങ്ങനെയാണ് ചെയ്യുന്നെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടർ വെച്ചുള്ള ഫിഷിംഗ് ചെയ്യുന്ന അതല്ല. കമ്പ്യൂട്ടർ വെച്ചുള്ള ഫിഷിംഗ് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു മെയിൽ അയക്കുന്നു. ആ മെയിലിനോട് ആരെ ഉദ്ദേശിച്ചാണോ നമ്മൾ അയക്കുന്നത് അവർ റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ വെച്ച് എന്ത് ചെയ്യും, ഈ പറയുന്ന സിസ്റ്റം അത് ഐഡൻറ്റിഫൈ ചെയ്യും. ഓക്കെ, അതാണ് ബേസിക്കലി എന്തെന്ന് പറയുന്നത്, ബേസിക്കലി ഫിഷിംഗ് എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നുണ്ട് വിഷിങ്. നേരത്തെ മെയിൽ ഉപയോഗിച്ചാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ഇവിടെ എന്തുപയോഗിച്ച് ഐഡൻറ്റിഫൈ ചെയ്യുക, അല്ല ഹുക്ക് ചെയ്യുന്നത് ത്രൂ എ ഫോൺ കോൾ. അതേസമയം Smishing is a type of fraud that uses mobile phone text messages to lure victims into calling back on a fraudulent phone number, visiting fraudulent website, or downloading malicious content via phone or web. That is smishing. Okay, so ഇതാണ് ബേസിക്കലി ഫിഷിങ്, സ്മിഷിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊന്ന് സ്പാമിംഗ് ആണ്. എന്താണ് സ്പാമിംഗ് എന്ന് പറഞ്ഞാൽ, അൺസോളിസിറ്റഡ് ആയിട്ടുള്ള മെസ്സേജസ് കണ്ടിന്യൂസ് ആയിട്ട് അയച്ചു വിടുവാണെങ്കിൽ അതിനാണ് ബേസിക്കലി സ്പാമിംഗ് എന്ന് പറയുക. സിംപ്ലി റിപ്പീറ്റഡ്ലി സെൻഡിങ് ദ സെയിം മെസ്സേജ് ടു ദി സെയിം യൂസറാണെന്ത്, സ്പാമിംഗ്. നെക്സ്റ്റ് റാൻസം വെയർ. റാൻസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മോചന ദ്രവ്യം എന്നാണ്. അപ്പം റാൻസം വെയർ അറ്റാക്ക് എന്ന് പറയുന്നത് എന്താണ്, മോചനദ്രവ്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അറ്റാക്കുകൾക്കാണ് ബേസിക്കലി നമ്മൾ റാൻസം വെയർ അറ്റാക്കുകൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ പണ്ടൊക്കെ കിഡ്നാപ്പ് ചെയ്ത് കേട്ടിട്ടുണ്ടാവും. ഇപ്പം രാജാവിൻ്റെ മകൻ സിനിമയിലൊക്കെ കിഡ്നാപ്പിംഗ് ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യുന്നത്, കുട്ടിയെ തട്ടിക്കൊണ്ട് പോകുന്നു, വീട്ടിലേക്ക് വിളിച്ച് പറയുന്നു നിങ്ങളുടെ കുട്ടി ഞങ്ങളുടെ കൈവശമുണ്ട്, ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ കൃത്യസമയത്ത് പൈസ തരിക, അല്ലെന്നുണ്ടെങ്കിൽ കുട്ടിയെ അപായപ്പെടുത്തും, പോലീസിനൊന്നും അറിയിക്കരുത്. അതാണ് പണ്ടത്തെ ഒരു മെത്തേഡ് ഓഫ് ക്രൈം. എന്നാൽ അതിൽ മാറ്റം വന്നിട്ട് നിലവിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടിയെ തട്ടിക്കൊണ്ടത് പകരമായിട്ട് ഒരു കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ അവർ ഹാക്ക് ചെയ്യും. ഇപ്പോൾ വാനാക്രൈ എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള റാൻസം അറ്റാക്കാണ്. കമ്പ്യൂട്ടർ സ്ക്രീൻ ഹാക്ക് ചെയ്താൽ ഇതായിരിക്കും ഹാക്ക് ചെയ്ത ഒരു കമ്പ്യൂട്ടർ സ്ക്രീൻ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, ഒരു വാനാക്രൈ അറ്റാക്ക് നടന്ന കമ്പ്യൂട്ടർ സ്ക്രീൻ അത് ഒന്ന് വായിച്ചു നോക്കി. വാട്ട് ഹാപ്പൻസ് ടു മൈ കമ്പ്യൂട്ടർ, ഇതാണ് ചോദ്യം. ഒന്നാമത്തെ കാര്യം, യോർ ഇമ്പോർട്ടൻറ്റ് ഫയൽസ് ആർ എൻക്രിപ്റ്റഡ്. മെനി ഓഫ് യുവർ documents, photos, videos, database and other files are no longer accessible because they have been encrypted. Maybe you are busy looking for a way to recover your files, but do not waste your time. Nobody can recover your file without our decryption service. So can I recover my files? Sure. എന്താ ചെയ്യേണ്ടത്, ഈ സമയത്തിനുള്ളിൽ, ഈ പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ എമൗണ്ട് ഫുള്ളായിട്ട് കെട്ടിവെച്ച് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ ഫയൽസ് സേവ് ചെയ്യാൻ പറ്റും. ഇതാണ് പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ എമൗണ്ട് പേ ചെയ്യേണ്ടത്? ഹൗ ഡു ഐ പേ? ത്രൂ ബിറ്റ്കോയിൻ. ബിറ്റ്കോയിൻ വഴിയായിട്ട് എന്ത് ചെയ്യണം, എമൗണ്ട് പേ ചെയ്യണം. സോ ദിസ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് ദ വാനാക്രൈ. സോ വാനാക്രൈ എന്ന് പറഞ്ഞ റാൻസം വെയർ എങ്ങനെ, ഇതുപോലെ തന്നെയാണ് എല്ലാ റാൻസം വെയർ അറ്റാക്കുകളും. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പം എക്സാമിന് എന്താക്കി ചോദിക്കുക, ഒരു ഡിസ്ക്രിപ്ഷൻ തന്നിട്ട് ഇത് എന്താണ്, എന്ത് തരം സൈബർ ക്രൈം ആണ് എന്നൊക്കെ ചോദിക്കാം. ഓക്കെ, ഇതെന്താണ് അല്ലെങ്കിൽ എന്ത് തരം സൈബർ ക്രൈം ആണ്, ഇതൊക്കെ വേണമെങ്കിൽ ചോദിക്കാം ഒരു ഡിസ്ക്രിപ്ഷൻ തന്നിട്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതെന്താണ്, ദിസ് ഇസ് എ
cybercrime. This is ransomware attack. അപ്പം ransomware attackന്റെ ചില എക്സാമ്പിൾസ് ഫോർ ransomware attack കൂടി നോട്ട് ചെയ്ത് നോക്കാം. ഒന്നിപ്പോൾ വാനാക്രൈ കണ്ടു, വേറെ ഇതുപോലെ ഫേമസ് ആയിട്ടുള്ള സൈബർ ക്രൈം അറ്റാക്കാണ് അക്കീറ. കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരു ജാപ്പനീസ് പേരാണ്. അക്കീറ എന്ന് പറയുന്ന ഒരു റാൻസംവെയർ അറ്റാക്ക് ആക്ച്വലി എന്ത് ചെയ്തിട്ടുണ്ട്, നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതും നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. അക്കീറ എന്ന റാൻസംവെയർ അറ്റാക്ക് ഉണ്ട്. ദെൻ നെക്സ്റ്റ് ഓൺലൈൻ ഡ്രഗ് ട്രാഫിക്കിംഗ് ആണ്. സോ ഓൺലൈൻ ഡ്രഗ് ട്രാഫിക്കിംഗ് മെയിൻലി എന്താ ചെയ്യുക? crime of selling, transporting or illegally importing unlawful controlled substances such as heroin, cocaine, marijuana, other illegal drug using electronic means. Okay, electronic meanസിലൂടെ ഈ പറയുന്ന സംഭവങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതാണ് ബേസിക്കലി എന്തെന്ന് പറയുന്നത്, ഓൺലൈൻ ഡ്രഗ് ട്രാഫിക് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എസ്പിയണേജ്, ചാരപ്രവർത്തനം. ചാരപ്രവർത്തനം എന്ന് പറയുമ്പോൾ എന്താണ്? Espionage is the act or practice of obtaining data and information without the permission and knowledge of the owner. ഓണറുടെ പെർമിഷൻ നോളജ് ഇല്ലാതെ, അതായത് ബേസിക്കലി ചാരപ്രവർത്തനം. അപ്പോൾ നിങ്ങൾ എഴുതി വെക്കുക, എസ്പിയോണേജ് ഇംഗ്ലീഷിലെ മീനിങ് അറിയത്തിനകത്ത് എഴുതി വെക്കുക, ചാരപ്രവർത്തനം. ചാരപ്രവർത്തനം അതായത് എസ്പിയോണേജ് എന്താണ്? ഇറ്റ് ഈസ് ഓൾസോ സൈബർ ക്രൈം. നെക്സ്റ്റ് സൈബർ ഫാമിംഗ് ആണ്. Cyber farming is a cyber attacking aiming to redirect websites traffic into another bogus site. അതായത് നമ്മൾ ഒരു സൈറ്റിൽ കയറാൻ പോകുമ്പോൾ ആ സൈറ്റിൽ കയറാൻ സമ്മതിക്കാണ്ട് മറ്റൊരു സൈറ്റിലേക്ക് നിങ്ങളെ റീഡയറക്റ്റ് ചെയ്ത് വിടുന്നുണ്ടെങ്കിൽ ദാറ്റ് കൈൻഡ് ഓഫ് സൈബർ ക്രൈം ഈസ് നോൺ ആസ് വാട്ട്? സൈബർ ഫാമിംഗ്. ആ പേര് സാധാരണ ഇതിൽ നമുക്ക് ചില സൈബർ ക്രൈം കേൾക്കുമ്പം ആ പേര് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, എന്ത് ടൈപ്പാണെന്ന് ഏകദേശം ഒരു ഊഹം കിട്ടും. പക്ഷേ സൈബർ ഫാമിംഗ് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും എന്തെങ്കിലും ഫാം റിലേറ്റഡ് വല്ല അഗ്രികൾച്ചർ പ്രാക്ടീസൊക്കെ ആണെന്ന് വിചാരിക്കും. അങ്ങനെയല്ല. ഇതെന്താണ്? റീറൂട്ടിംഗ് ഓഫ് വെബ്സൈറ്റ് ആണ്. അതായത് ഈ സൈറ്റിൽ കയറാൻ പോകുമ്പോൾ അങ്ങോട്ട് കയറ്റാൻ സമ്മതിക്കില്ല, വേറൊരു സൈറ്റിലേക്ക് കയറ്റി വിടുകയാണ്. അപ്പോൾ റീറൂട്ടിംഗ് ഓഫ് വെബ്സൈറ്റ് സംഭവിക്കുന്നത് അവിടെ എന്താണ്? ദാറ്റ് ഈസ് സൈബർ ഫാമിംഗ്. ഓക്കെ, ഫാം ചെയ്ത് വിടുകയാണ്. നെക്സ്റ്റ് സൈബർ സ്റ്റോക്കിംഗ്. ലോക്ക് അറ്റ് ദിസ്. നമുക്കിവിടെ 2 കോഴികളെ കാണാം. ശ്രദ്ധിക്കുക, 2 കോഴികളുണ്ട്. ഒരു പെടക്കോഴിയുണ്ട്, ഒരു പൂങ്കോഴിയുണ്ട്. അപ്പോൾ എന്താണ് സൈബർ സ്റ്റോക്കിംഗ്? ബേസിക്കലി സൈബർ സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ പെർമിഷൻ ഇല്ലാണ്ട് റിപ്പീറ്റഡ്ലി സെൻഡിങ് ദ സെയിം മെസ്സേജ് ഒരു പേഴ്സൺ, ഒരാളെ ശല്യപ്പെടുത്തുക, ഓൺലൈനിലൂടെ അയാളെ ഡിസ്റ്റർബ് ചെയ്യുക, അയാളുടെ താല്പര്യം ഇല്ലെങ്കിലും അയാളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ദാറ്റ് ഈസ് നോൺ ആസ് സൈബർ സ്റ്റോക്കിംഗ്. ഈ സൈബർ സ്റ്റോക്കിംഗ് ആക്ച്വലി നമ്മൾ വിചാരിക്കും കോഴിത്തരം എന്ന് മലയാളത്തിൽ വേണമെങ്കിൽ പറയാം, ആണുങ്ങൾ മാത്രമേ ചെയ്യുന്നു, അല്ല പെടക്കോഴികളും ചെയ്യാറുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് 2 കോഴി ഇട്ടത്. അപ്പോൾ അത് ഇനി ഈ പടം ചോർത്തിരിക്കാൻ മറന്നു പോരുന്നു. ഓക്കെ, സൈബർ സ്റ്റോക്കിംഗ്. ഇനിയാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ NCERT ടെക്സ്റ്റ് ബുക്ക് അടക്കം കൊടുത്തിട്ടുള്ള ഒരു ടോപ്പിക്ക്, വൈറസ്, വേംസ് ആൻഡ് ട്രോജൻ. ഇത് പഠിക്കുമ്പം എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചാൽ വൈറസും വേംസും പരസ്പരം കമ്പയർ ചെയ്ത് പഠിക്കുക. അത് തമ്മിലുള്ള സിമിലാരിറ്റീസും ഡിഫറൻസുകൾ എന്ത് ചെയ്യുക, പ്രത്യേകം നോട്ട് ചെയ്യാം. വൈറസിൻ്റെയും വേംസിൻ്റെയും സിമിലാരിറ്റി ഞാൻ എടുത്ത് പറയാം. ഒന്നാമത്തെ കാര്യം, ബോത്ത് വൈറസ് ആൻഡ് വേംസ് ആർ സെൽഫ് റിപ്ലിക്കേറ്റിംഗ്. ഓക്കെ, ബോത്ത് വൈറസ് ആൻഡ് വേംസ് ആർ സെൽഫ് റിപ്ലിക്കേറ്റിംഗ്. രണ്ടും എന്താണ്? രണ്ടും സെൽഫ് റിപ്ലിക്കേറ്റിംഗ് ആണ്. ബോത്ത് വൈറസ് ആൻഡ് വേംസ് ആർ സെൽഫ് റിപ്ലിക്കേറ്റിംഗ്. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ എന്താണ് ഈ സെൽഫ് റിപ്ലിക്കേഷൻ, അല്ലെങ്കിൽ എന്താണ് സെൽഫ് റിപ്ലിക്കേറ്റിംഗ് എന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കണം. ബേസിക്കലി സെൽഫ് റിപ്ലിക്കേറ്റിംഗ് അല്ലെങ്കിൽ സെൽഫ് റിപ്ലിക്കേഷൻ എന്ന് പറയുമ്പം ഒരു സിസ്റ്റത്തിൽ കടന്നു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിൽ കടന്ന് തന്നെ അത് തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് മറ്റുള്ള ഫയലുകളെ കൂടി ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് സെൽഫ് റിപ്ലിക്കേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ വൈറസ് ഈസ് സെൽഫ് റിപ്ലിക്കേറ്റിംഗ്, വേംസും സെൽഫ് റിപ്ലിക്കേറ്റിംഗ് ആണ്. ഇനി രണ്ടാമത് മനസ്സിലാക്കേണ്ട കാര്യം വൈറസിൻ്റെ ഫുൾ ഫോം ആണ്. എന്താണ് വൈറസിൻ്റെ ഫുൾ ഫോം? വൈറസിൻ്റെ ഫുൾ ഫോം എഴുതുക, വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സസ് അണ്ടർ സീജ്. വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സസ് അണ്ടർ സീജ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഓക്കെ, അതാണ് വൈറസ്, വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സസ് അണ്ടർ സീജ്, SIEGE.
വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സസ് അണ്ടർ സീജ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം വരുന്നത്. ഓക്കെ, സോ ഇത് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സസ് അണ്ടർ സീജ്. ദെൻ വൈറസും തമ്മിൽ വ്യത്യാസം നോക്കാം. വൈറസ് സാധാരണ ഒരു സിംഗിൾ കമ്പ്യൂട്ടറിനെ അറ്റാക്ക് ചെയ്യുമ്പം വേംസ് അറ്റാക്ക് ചെയ്യുന്നത് എന്തിനാണ്? ഒരു നെറ്റ്വർക്കിനെയാണ്. വൈറസ് ഒരു സമയത്ത് ഒരു കമ്പ്യൂട്ടർ അറ്റാക്ക് ചെയ്യുന്നു, നമ്മൾ ആ കമ്പ്യൂട്ടറിലേക്ക് വല്ല പെൻ ഡ്രൈവോ വല്ലോ പിൻ ചെയ്ത് മറ്റൊരു സിസ്റ്റത്തിൽ അത് കുത്തുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഒരു സിസ്റ്റത്തിൽ നിന്നും ആ വൈറസ് അടുത്ത സിസ്റ്റത്തിലേക്ക് പോകുന്നത്. എന്നാൽ വേംസ് അങ്ങനെയല്ല, ഒരു നെറ്റ്വർക്കിൽ കടന്നു കൂടുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, പെട്ടെന്ന് സ്പ്രെഡ് ആവും. അപ്പോൾ സ്പ്രെഡിങ് സ്പീഡ് നോക്കുമ്പോൾ ഏതിനാണ് കൂടുതൽ? അത് വേംസിനാണ് കൂടുതൽ. വൈറസിനേക്കാൾ കൂടുതൽ സ്പ്രെഡിങ് സ്പീഡ് ഉള്ളത് വേംസിനാണ്. വൈറസിനേക്കാൾ കൂടുതൽ സ്പ്രെഡിങ് സ്പീഡ് ഉള്ളത് വേംസിനാണ്. അപ്പം മൾട്ടിപ്പിൾ സിസ്റ്റത്തിലേക്ക് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി വേംസിനാണ് കൂടുതലുള്ളത്. ഓക്കെ, സോ വൈറസിൻ്റെ ഫുൾ ഫോം വൈറ്റൽ ഇൻഫർമേഷൻ സോഴ്സ് അണ്ടർ സീജ് ആണ്. വൈറസ് സെൽഫ് റിപ്ലിക്കേറ്റിംഗ് ആണ്, വേംസ് സെൽഫ് റിപ്ലിക്കേറ്റിംഗ് ആണ്. വ്യത്യാസം നോക്കുമ്പോൾ എന്താണ്, വൈറസ് സിംഗിൾ സിസ്റ്റത്തെ അറ്റാക്ക് ചെയ്യുമ്പം വേംസ് എന്താ ചെയ്യുക, ഒരു നെറ്റ്വർക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നെറ്റ്വർക്കുള്ള മുഴുവൻ സിസ്റ്റത്തിലേക്കും ഒറ്റയടിക്ക് എന്താവുകയാണ്, അത് സ്പ്രെഡ് ആവുകയാണ്. സോ വേംസ് ഈസ് മോർ ഡേഞ്ചറസ് ദാൻ വൈറസ്. ഓക്കെ, ഇനി മറ്റൊരു വ്യത്യാസം വൈറസും വേംസിനും പറയുമ്പം വൈറസ് ഹോസ്റ്റിൻ്റെ ഇൻട്രാക്ഷൻ ആവശ്യമുണ്ട്. അതായത് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഒരു വൈറസ് കയറി കൂടി എന്ന് വിചാരിക്കുക. അങ്ങനെ വൈറസ് കയറി കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നിങ്ങളുടെ സിസ്റ്റത്തിൽ കയറിയ ആ വൈറസ് നിങ്ങളുടെ സിസ്റ്റത്തിൽ ആക്ടിവേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനോട് ഇൻ്ററാക്ട് ചെയ്യണം. നിങ്ങൾ അതിനോട് റെസ്പോണ്ട് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് റിയാക്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, സോ അതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. വൈറസ് വൺസ് ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ഇൻട്രാക്ഷൻ ആവശ്യമുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ദാറ്റ് ഈസ് വെരി സിഗ്നിഫിക്കൻറ്റ്. നിങ്ങളുടെ സൈഡിൽ നിന്ന് ഇൻട്രാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ വൈറസ് ആക്ട് ചെയ്ത് തുടങ്ങുള്ളൂ. ഓക്കെ, സോ വൈറസ് ഇസ് എ പ്രോഗ്രാം റിട്ടൺ ഇൻ എ കമ്പ്യൂട്ടർ. അപ്പം വൈറസിൻ്റെ ഹോസ്റ്റ് ഇൻട്രാക്ഷൻ ആവശ്യമുണ്ട്. എന്തിന്? അതിന് ആക്ടിവേറ്റ് ആകാൻ വേണ്ടി. ഓക്കെ, അതേസമയം വേംസിന് അതിൻ്റെ ആവശ്യമില്ല. വേംസിന് ഹോസ്റ്റിൻ്റെ ഇൻട്രാക്ഷൻസ് ആവശ്യമില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. വേംസ് ഡസൻ റിക്വയർ എ ഹോസ്റ്റ് ഇൻട്രാക്ഷൻ. ഓക്കെ, വേംസ് ഡസൻ റിക്വയർ എ ഹോസ്റ്റ് ഇൻട്രാക്ഷൻ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ദെൻ നെക്സ്റ്റ് ട്രോജൻ ആണ്. ട്രോജൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി അത് എന്തല്ല, ദാറ്റ് ഈസ് നോട്ട് എ വൈറസ്. ട്രോജൻ ഒരു വൈറസ് ഒന്നുമല്ല. എന്താണ് ട്രോജൻ? ട്രോജൻ ഹോഴ്സ് ഇസ് നോട്ട് എ വൈറസ്. പിന്നെ എന്താണ് അതെന്താ മനസ്സിലാക്കണമെങ്കിൽ ട്രോയിയുടെ കഥ അറിയണം. ട്രോയിയുടെ കഥ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ട്രോയ് ഇപ്പോഴത്തെ തുർക്കിയുടെ ഭാഗത്ത് വരുന്ന ഏജൻസിയുടെ സൈഡിൽ വരുന്ന ഒരു പുരാതനമായ ഒരു രാജ്യമായിരുന്നു. ഇത് ആക്ച്വലി ഹോമർ അദ്ദേഹത്തിൻ്റെ ഇലീഡ് എന്ന് പറഞ്ഞ ഇതിഹാസത്തിലാണ് ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ളത്. അപ്പം ഈ ട്രോയ് എന്ന് പറഞ്ഞ രാജ്യത്തിലേക്ക് ഗ്രീക്സിന് എന്ത് ചെയ്യണം, ട്രോയെ ആക്രമിച്ച് കീഴടക്കണം. പക്ഷേ ഗ്രീക്സിന് അതിനുവേണ്ടി അവർ ഏജൻസി കടന്ന 1000 ഷിപ്പോട്ട് 1000 ഷിപ്സിൻ്റെ ഒരു ഫ്ലീറ്റാണ് വരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി 14 വർഷം യുദ്ധം ചെയ്തിട്ടും അവർക്ക് ആ കോട്ട തകർക്കാൻ പറ്റില്ല. 100 ഇയർ വേണം അതിൻ്റെ കോട്ട ബ്രീച്ച് ചെയ്യാൻ അല്ലെങ്കിൽ പൊളിക്കാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അവസാനം രക്ഷയില്ലാതായ ഗ്രീക്സ് ചെയ്ത കാര്യം ഒരു ട്രിക്ക് പ്രയോഗിച്ചു. അവർ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ ഒരു മരക്കുതിരയെ ഉണ്ടാക്കി വെച്ചു. അപ്പം ഈ ഗ്രീക്കുകാർക്കൊക്കെ ഒരു ശീലമുണ്ട്, അവർ സമുദ്രയാത്ര നടത്തിയാണല്ലോ ഇങ്ങോട്ട് വന്നത്. സമുദ്രയാത്രയ്ക്ക് മുമ്പ് സമുദ്രദേവനെ എന്തെങ്കിലും കാഴ്ച സമർപ്പിക്കുക എന്നൊരു പതിവുണ്ട്. അങ്ങനെ സമുദ്രദേവനെ അവർ കാഴ്ച സമർപ്പിച്ചാണ് എന്ന് ട്രോജൻസ് ഇതിനെ തെറ്റിദ്ധരിക്കുകയാണ്. അങ്ങനെ കാഴ്ച സമർപ്പിച്ചെന്ന് ട്രോജൻസ് തെറ്റിദ്ധരിച്ച ശേഷം എന്ത് ചെയ്തു, അവർ ഈ മരക്കുതിരയെ വലിച്ച് അവരുടെ കോട്ടയ്ക്കുള്ളിൽ കൊണ്ടുവയ്ക്കുന്നു. പക്ഷേ ഈ മരക്കുതിരയ്ക്കുള്ളിൽ ആരുണ്ട്? ഗ്രീക്ക് സോൾജേഴ്സ് ഉണ്ട്. ആ ഗ്രീക്ക് സോൾജേഴ്സ് രാത്രിയാകുമ്പോൾ പുറത്തിറങ്ങിയിട്ട് ഈ തകർക്കാൻ പറ്റാത്ത കോട്ടയുടെ വാതിലുകൾ തുറന്നിടുകയാണ് ചെയ്യുക. അപ്പം ശരിക്കും ഗ്രീക്ക് സോൾജേഴ്സ് പോയിട്ടില്ലായിരുന്നു, പോയിന്ന് ട്രോജൻസിനെ തെറ്റിദ്ധരിപ്പിക്കുക ചെയ്തത്. അവർ കുറച്ച് അകലെ മാറി ഒളിച്ചു നിൽപ്പുണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു, അവർ ഈ പറയുന്ന ട്രോയിലേക്ക് ട്രോയ് നഗരത്തിലുള്ളിൽ അരച്ച് കയറുകയും ട്രോയ് നഗരം നശിപ്പിക്കുകയാണ് ചെയ്തത്. സോ ദിസ് ഈസ് എ സ്റ്റോറി ഓഫ് ട്രോജൻ വാർ. ഓക്കെ, സോ ഈ ട്രോജൻ ഹോഴ്സ് ചെയ്ത പോലെ തന്നെ
നമ്മുടെ സിസ്റ്റത്തിനുള്ളിൽ കടന്നു കയറി ആ സിസ്റ്റത്തിലുള്ള ഫയലുകളൊന്നും നശിപ്പിക്കുന്നില്ല, പക്ഷേ സെക്യൂരിറ്റി വാൾ തകർത്തിട്ട് മറ്റുള്ള മലീഷ്യസ് ആക്ടേഴ്സിന് എളുപ്പത്തിൽ എൻട്രി ചെയ്യാനുള്ള ഒരു വഴി തുറന്നിടുക മാത്രമാണ് ആര് ചെയ്യുന്നത്? ഈ പറയുന്ന ട്രോജൻ എന്ന് പറയുന്ന മലീഷ്യസ് സോഫ്റ്റ്വെയർ ചെയ്യുന്നത്. അപ്പം ഇതെന്തല്ല എന്ന് മനസ്സിലാക്കുക. ദിസ് ഈസ് നോട്ട് എ വൈറസ്. ഓക്കെ, ഞാൻ ഒരു ഡിഗ്രി എക്സാമിന് കണ്ട ചോദ്യപേപ്പറിൽ ഇങ്ങനെയായിരുന്നു, ട്രോജൻ ഈസ് എ വൈറസ്, ട്രോജൻ ഹോഴ്സ് ഇസ് എ വൈറസ്. അതുപോലെ വേറെ ചോദ്യത്തിൽ കണ്ടത് ഇങ്ങനെ ചോദ്യപേപ്പർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതിനകത്ത് ഇങ്ങനെ തന്ന കൂട്ടത്തിൽ താഴെ തന്നിരിക്കുന്ന ഏതാണ് വൈറസ്, അതിനകത്ത് റീപ്പർ ആദ്യത്തെ ഫസ്റ്റ് വൈറസ് റീപ്പറാണ്, അതിൻ്റെ ആൻറ്റിവൈറസ് ക്രീപ്പറാണ്, അതും അറിയത്തില്ലാത്ത നോട്ട് ചെയ്ത് വെക്കാം. റീപ്പർ പിന്നെ അങ്ങനെ കുറച്ച് തന്നു ലാസ്റ്റ് ട്രോജൻ എന്ന് വന്നിട്ടുണ്ട്. ട്രോജൻ എന്തല്ല? ട്രോജൻ വൈറസ് അല്ല. ഓക്കെ, ട്രോജൻ വൈറസ് അല്ല. ട്രോജൻ എന്താണ്? ഒരു മലീഷ്യസ് സോഫ്റ്റ്വെയർ അഥവാ മാൽവെയർ മാത്രമാണ്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക.